നമ്മൾ മീനച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണ. ചൂരമീനാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, 100% ഗ്യാരണ്ടിയാണ്. മീനച്ചാർ കഴിക്കുന്നവർക്കൊക്കെ അറിയാം മീൻ എത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് അതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കും നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അച്ചാറിടാൻ തുടങ്ങിയല്ലോ. അച്ചാറുണ്ടാക്കാൻ ചൂരമീനാണ് എടുത്തേക്കണേ. ഇതിൽ നമുക്ക് മസാലയൊക്കെ പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടോ. അതിന് വേണ്ടി ഓരോ മസാലകൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് കേട്ടോ. സാധാരണ മുളക് പൊടി 2 ടീസ്പൂൺ. എരിവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. അതുപോലെ നിങ്ങൾ എടുക്കണ മീനിൻ്റെ അളവ് അനുസരിച്ച് പൊടികളുടെ അളവും കൂട്ടിക്കോളൂ കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അതും ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്ത് കോരണം. അതൊക്കെ ഫസ്റ്റ് വറുത്ത് കോരാട്ടോ. അതിന് വേണ്ടി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയാണ് കേട്ടോ നമ്മൾ ചേർക്കണത്. വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. ഫസ്റ്റ് നമുക്ക് ഇഞ്ചി വറുത്ത് കോരാട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളനെ നുറുക്കിയതാണ്, അതിട്ട് കൊടുക്കാം. കരിയാണ്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പം ഇഞ്ചി നല്ലോണം ഫ്രൈ ചെയ്ത് വിട്ടാൽ നമുക്ക് ഇഞ്ചി കോരിയെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി വറുത്തെടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ 10-20 എണ്ണം എടുത്ത് 2ആയിട്ട് മുറിച്ച് വെച്ചേക്കാണ്. അത് നമുക്ക് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ അതേപോലെ 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് മുറിച്ച് വെച്ചേക്കുക. പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് തന്നെ മുറിച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്തതിൻ്റെ ശേഷം നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി മൂത്ത് തുടങ്ങി. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇടാം. ഇതൊക്കെ നല്ലോണം മൂത്തതിൻ്റെ ശേഷം കറിവേപ്പില ലാസ്റ്റ് ഇട്ട് വറുത്ത് കോരിയാൽ മതി കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് കിട്ടാം. ഇനി നമുക്കിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതും കൂടി നല്ലോണം ഫ്രൈ ആക്കിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ വറുത്ത് കോരി മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് മീനും വറുത്ത് കോരിയെടുക്കാം. നമ്മൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ മീൻ വറുത്ത് എടുക്കാൻ പോണത്. ഇത് ഫ്രൈ ആയതിൻ്റെ ശേഷം ഇളക്കാൻ തുടങ്ങിയാൽ മതി. ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വല്ലാണ്ടിട്ട് കുത്തി ഇതാക്കണ്ട. ഫ്രൈ ആവാൻ തുടങ്ങിയതിൻ്റെ ശേഷം ചട്ടുകെട്ട് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. മീൻ നല്ലോണം ഫ്രൈ ആയിട്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഞാൻ മീനിൽ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അത് റെക്കോർഡായില്ല. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് മറക്കാണ്ട് ഇടണേ. അപ്പം മീൻ സെക്കൻഡ് ട്രിപ്പ് ഇട്ടതും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടാ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എണ്ണ മാറ്റി വയ്ക്കാം. അതിൻ്റെ ശേഷം എല്ലായിട്ടും മിക്സ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് എണ്ണ മാറ്റി അതേ എണ്ണയിൽ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. സാധാരണ മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ പച്ചമണം പോകണം, അതുവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് കോരി വെച്ച മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് എണ്ണയിൽ തന്നെ ഇടന്ന് ഒന്ന് മൂക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടാണ്. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നമുക്കിതിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഫുഡിന് യൂസ് ചെയ്യുന്ന സിന്തറ്റിക് വിനാഗിരിയാണ് യൂസ് ചെയ്യേണ്ടത്. അത് നമുക്കിതിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കുക. ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കുക. അപ്പം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പാത്രം മാറ്റേ ഒന്നും പാടില്ല. ഇങ്ങനെ തന്നെ നമുക്ക് അടച്ച് വയ്ക്കുക. അപ്പോൾ എല്ലാവരും മീനച്ചാർ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.